ഒരു ഗെറ്റ് റെഡി വിത്ത് മീ തേച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ചെയ്യാമെന്ന്. മോയ്സ്ചറൈസിങ് ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം, ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് ഓൾറെഡി തേച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സൺസ്ക്രീൻ തേച്ചു. അതിങ്ങനെ നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കണം. ഏറ്റവും വിലയുള്ള സൺസ്ക്രീൻ ഞാൻ എടുത്തു തന്നത്. നിങ്ങളത് അർഹിക്കുന്നില്ല. പിന്നെ 152 ദിറംസാ ആ ഒരൊറ്റ സൺസ്ക്രീനിന്റെ വില. നിങ്ങൾക്കറിയാവോ? ഞാൻ വില കുറഞ്ഞു തരാം. ജസ്റ്റ് ഞെക്കണ്ട, ഇങ്ങോട്ട് തന്നെ. ജസ്റ്റ് അങ്ങനെ ഞാൻ ഒരുങ്ങി. ജസ്റ്റ് നമുക്ക് പോവാം. ഞാനിവിടെ ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരമായി. ഇപ്പം വരും. മേക്കപ്പ് കൂടി പോയി ചേട്ടാ. ജസ്റ്റ് മഞ്ഞ, ഞാനും മഞ്ഞ, നീയും മഞ്ഞ, നമ്മൾ മൊത്തത്തോടെ മഞ്ഞ. നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിയാ. സ്റ്റെപ്പ് ഉണ്ടേ. എന്റെ സൗന്ദര്യത്തിൽ മധ്യപ്രദേശ സ്റ്റെപ്പ് കാണാതിരിക്കരുത്. ഓ ഇല്ല, ഇത് ശരിക്കും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അല്ല കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതേ. കമ്മലിന്റെ മോട്ട് ഊരിപ്പോയി. നമ്മളിന്ന് എവിടാ പോകുന്നേ? നമ്മൾ ഇന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല ജസ്റ്റ് കേൾക്കുള്ളൂ. ഇന്ന് റീം പറയും. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്നെ കൊണ്ടുവന്നു ജസ്റ്റ്. എന്ത് സന്തോഷമാണ്. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇത് ഞാനും ജസ്റ്റ് മാത്രമുള്ള ഒരു വീഡിയോയാണ്. ഞങ്ങളുടെ ഒരു ഡേറ്റിംഗ് ഔട്ടിങ് എന്നൊക്കെ വേണേലും പറയാം കേട്ടോ. ഞാനതിന് ഇച്ചിരി ഓമനപ്പേരിട്ട് ഡേറ്റിംഗ് എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്ത് ഡേറ്റിംഗ്, കൊച്ചൊന്നുമില്ല. കൊച്ച് സ്കൂളിലൊക്കെ പോയിട്ട് ഞാനും ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തേക്കാന്ന് അങ്ങനെ എടുത്തതാണ്. എല്ലാ പ്രാവശ്യവും അൽവാദാമോൾ നിങ്ങളെ കാണിച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ച് അൽവാദാമോളിൻ്റെ ഓരോ മുക്കുമൂലയും എന്നെക്കാളും കൂടുതൽ ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്നറിയാം. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് റീമോളിലോട്ടാണ്. ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ മൂവിക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് റീമോൾ അല്ലേ. അവിടെ ചെന്നപ്പോൾ തന്നെ ഹാപ്പി ദിവാലിയുടെ ബോർഡൊക്കെ ബാനറൊക്കെ കണ്ടു. കൊള്ളാമല്ലേ? ദിവാലി ഇപ്പോൾ ഇൻ്റർനാഷണലായി. ഗൾഫിലും ദിവാലി സെലിബ്രേഷൻസും അതിൻ്റെ പോസ്റ്റേഴ്സും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ നമ്മൾ റീമിൽ ചെന്നു. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ റീം എന്ന് പറയുന്നത്. ഒരു 2 സിഗ്നൽ കഴിഞ്ഞാൽ റീമോളായി. ഒരു 5 മിനിറ്റേ ഉള്ളൂ. പോകാനും എളുപ്പമുണ്ട്. നമ്മൾ മൂവിക്ക് എപ്പോഴും അവിടെ പോകുന്നത്. അവിടെ റിക്ലൈനർ ചെയറൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഞങ്ങൾ മൂവി കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു, ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ചുമ്മാ നമ്മൾ തന്നെ വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് തോന്നത്തില്ലേ, പിള്ളേർ ഒന്നുമില്ലാതെ കെട്ടിയവനും കെട്ടിയവളും മാത്രമായിട്ടൊന്ന് കറങ്ങാൻ പോകണമെന്ന്. അത് നിങ്ങൾക്ക് ആർക്കും തോന്നാറില്ലേ? ഞങ്ങൾക്ക് മാത്രമേ തോന്നാറുള്ളൂ. നിങ്ങൾക്കൊക്കെ തോന്നണമെന്നേ. നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നാലും ഞാനൊരു വീഡിയോ പറഞ്ഞു, നമുക്ക് വേണ്ടിയിട്ടും എന്താ പറയുക, നമ്മൾ ഒരു ദിവസമൊക്കെ അങ്ങ് സ്പെൻഡ് ചെയ്യണം. രസമാണ്. പിള്ളേരെയും കൊണ്ട് പോകുന്നത് വേറൊരു രസം. നമ്മൾ തന്നെ കെട്ടിയവളും ഒക്കെ ആയിട്ട് പോകുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് പോകുന്നത് വേറൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഷോപ്പിംഗ് മോളിൽ മൊത്തം ഹാപ്പി ഹലോവിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. കണ്ടാൽ തന്നെ പേടിയാവും, എന്തുവാ അല്ലേ. എന്നാലും അതിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മിക്ക ഷോപ്പിലും. അങ്ങനെ എല്ലാം കണ്ടും കേട്ടും കറങ്ങിയും ഞാനും ജസ്റ്റിയും മാത്രമുള്ള ഞങ്ങളുടെ ആ ഒരു ഷോപ്പിംഗ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഡേറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചായ ശേഷവും ജസ്റ്റിക്ക് ഒത്തിരി അങ്ങ് 100% പുള്ളി അത്ര ഹാപ്പിയൊന്നുമല്ല. കൊച്ചിനെ കൊണ്ട് പോകുന്നതൊക്കെ തന്നെ ജസ്റ്റിക്ക് ഇഷ്ടം. പക്ഷേ എന്നാണെന്നറിയോ, ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഞാൻ ഇച്ചിരി പൊസസീവ് ആണോ എന്ന്. വേറൊന്നും കൊണ്ടും അല്ലെന്നേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനൊരു എന്താ പറയുന്നത്, നമ്മൾ ഹണിമൂണിൽ ഇങ്ങനെ പോവുമോ, അതല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും, ഞങ്ങൾക്ക് ഇപ്പോഴാണ്, അതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാനും ജസ്റ്റിയും തമ്മിൽ നാട്ടിൽ അങ്ങനെ പോകാനൊരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ എൻ്റെ മദറിൻലോയും ഫാദറിൻലോയും ഒന്നും അങ്ങനെ ഞങ്ങളെ സമ്മതിപ്പിച്ചിട്ടില്ല. എവിടെ പോയാലും അവർ ഞങ്ങളുടെ അടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവൻ ഒരു സിനിമയ്ക്കാണേലും അതല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലാണേലും അതിലെവിടെ ആണേലും
പപ്പായും മമ്മി ചാടി ഞങ്ങളോട് വരും കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഒരു സിനിമയ്ക്ക് പോലും ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ നാട്ടിൽ കേട്ടോ, ഞങ്ങൾ അബുദാബി വന്ന ശേഷമല്ല, നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട്. കാരണം അങ്ങനെ ആയിരുന്നു സിറ്റുവേഷൻ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ഭയങ്കര സെൽഫിഷ് ആണോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും. അന്ന് കിട്ടാത്ത ആ ഒരു എന്താ പറയുക, ഒരു ഫ്രീഡോ ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ. പക്ഷെ അന്ന് കിട്ടാത്ത ഇന്ന് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയുന്നത് വേറെയാ. പക്ഷെ എന്നാലും ഇപ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അന്ന് കിട്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇന്നെനിക്ക് കിട്ടുന്നുണ്ടല്ലോ. അല്ലേ അതുകൊണ്ടാണോ ഞാനിങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് ഇപ്പോൾ കാണുന്ന പോലെ അത്ര വലിയ അടിപൊളിയൊന്നും അല്ലായിരുന്നു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം കേട്ടോ. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാലം കാറ്റിനക്കരെ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കും കേട്ടോ. ഒന്നും വാങ്ങിക്കാനില്ലെന്ന് പറഞ്ഞെങ്കിലും ജസ്റ്റിമോൻ്റെ ഒരു വീക്ക്നെസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്ത. ടീഷർട്ട് എവിടെ കണ്ടാലും ജസ്റ്റിക്ക് ഇഷ്ടപ്പെട്ട അത് വാങ്ങിക്കും. അങ്ങനെ ടീഷർട്ടും കുറച്ച് ഷോർട്സും ഒക്കെ ജസ്റ്റിക്ക് എടുത്തു. എനിക്കൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റിനോട് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും വേണ്ടെന്ന്. അതിപ്പോൾ ജസ്റ്റിക്ക് എടുത്തെന്നത് എനിക്ക് വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് വാങ്ങിക്കാഞ്ഞ്. അത് മാത്രമല്ല, ഈ തടിയും വെച്ചിട്ട് ഇപ്പോൾ ഉടനെ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് മെലിയട്ട് നോക്കാമല്ലോ നമുക്ക് മെലിയുമോന്ന്. അങ്ങനെ ഞങ്ങൾ അതുവഴി എല്ലാം ചുറ്റിക്കറങ്ങി കൈയൊക്കെ ചേർത്ത് പിടിച്ച് ഒരു ഇണക്കുരുവികളെ പോലെ, ഞാൻ പറഞ്ഞില്ലേ അന്ധകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇന്നകാലത്ത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന, മനസ്സിൻ്റെ അടിയിൽ എവിടെയോ ഉറങ്ങിക്കിടന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് സാധിക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ. പഴയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളൊന്നും വെറുതെ കാട് കയറണ്ടല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഉണ്ടല്ലോ തൽക്കാലം ഞങ്ങളിവിടെ പര്യവസാനിപ്പിക്കുവാണ്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഞാൻ പറഞ്ഞില്ലേ കൊച്ചില്ലാതാണ് ഒന്നാതെ വന്നേക്കുന്നത്. ജേഡു സ്കൂളിൽ പോയേക്കുക. അപ്പോൾ കൊച്ചു സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിൽ ചെല്ലേണ്ടതുണ്ട്, അവനെ പിക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നെന്ന് എനിക്ക് തോന്നി. കാരണം റീമോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ഷോപ്പിംഗ് മോളാണ്. നമ്മൾ ഷോപ്പിങ്ങും നമ്മളെ എന്താ പറയുക കാഴ്ചകൾ കണ്ടതുപോലും തീരത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചുമ്മാ ഒന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല, ഷോപ്പിംഗ് മോളിൽ കൂടെ ചുമ്മാ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. അതിപ്പോൾ ജസ്റ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ തന്നെയും പോകാറുണ്ട്. എനിക്കതാ ഇച്ചിരി ഇഷ്ടം. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയൊന്നും വേണ്ടല്ലോ. പക്ഷേ ജസ്റ്റിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഏത് കടയിൽ നമ്മൾ കയറിയാലും ഏത് ഷോപ്പിൽ കയറിയാലും പുള്ളി പരാതിയൊന്നും പറയത്തില്ല. സാധാരണ കെട്ടിയന്മാർക്ക് ഇല്ലാത്തൊരു സാധനമാണെന്ന് തോന്നുന്നില്ലേ ക്ഷമ. പക്ഷേ ജസ്റ്റിക്ക് അത് നന്നായിട്ടുണ്ട്. തൽക്കാലം ജസ്റ്റിയെ പൊക്കി പറഞ്ഞത് മതിയല്ലേ. ഇന്നത്തേനുള്ള പുണ്യപ്രവൃത്തി പിന്നെയായി, ഇന്ന് ഒത്തിരി പുണ്യപ്രവൃത്തി ചെയ്തു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീടിനോട് അടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീടിനടുത്ത് തന്നെ റീമോള്, അധികം ദൂരമൊന്നുമില്ല. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾ അബുദാബി, പ്രത്യേകിച്ച് ഇവിടുന്ന് പോയവർ, ഇപ്പോൾ ഇവിടെ അബുദാബിയിൽ ഇല്ലാത്തവർ ഒത്തിരി സന്തോഷമെന്ന് ആ മെസ്സേജൊക്കെ കാണുമ്പം എനിക്ക് സന്തോഷം. എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യണമെന്നുണ്ട്, മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അതെ, പിന്നെ എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ലിറ്റി എവിടെയാണ് താമസിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം, വാ എൻ്റെ കൂടെ വാ, എവിടെയാണെന്ന് കാണിക്കാം. നമ്മുടെ അൽവാദ മോളിൻ്റെ സിഗ്നൽ കഴിഞ്ഞ് എയർപോർട്ട് റോഡിൽ, ഈ റൂട്ട് അബുദാബിയിലുള്ളവർക്ക് അറിയായിരിക്കും. ഇത് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഈ ബിൽഡിംഗ് ഉണ്ടോ, മഗ്രബി ഒപ്റ്റിക്കൽസ് ബിൽഡിങ്, ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. ഇവിടെ ഞാൻ താമസിക്കുന്നത് കേട്ടോ. പക്ഷേ ഫ്ലാറ്റ് നമ്പർ ഞാൻ പറഞ്ഞു തരൂല്ല. അപ്പം നമ്മൾ പറഞ്ഞു തീർത്ത് എവിടെയായിരുന്നു, ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കമൻറ്റ് ചെയ്യുന്നവരെ. യൂട്യൂബിലെ കമൻറ്റിന് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും എനിക്ക് എല്ലാത്തിനും കമൻറ്റിനും റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടൈമും എൻ്റെ ജോലി എല്ലാം കൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഉണ്ടല്ലോ എൻ്റെ ഫോൺ ടൈമിങ്സ്, ഞാൻ കുറേ അധികം മണിക്കൂർ ഫോണിൻ്റെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ലാപ്ടോപ്പിന് മുമ്പിൽ. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വന്നു. ജേഡുവിൻ്റെ സ്കൂൾ ബസ് വരാറായി. ഇതോ ഈ കാണുന്നതാണ് ജേഡു കുട്ടൻ്റെ സ്കൂൾ ബസ്. നമ്പർ 32 ആണ് അവൻ്റെ. ആ ബസ് വരുന്നത് നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പോഴേ, റോഡ് മുഴുവൻ വണ്ടിയാണല്ലോ എന്ന്. കാട് മുഴുവൻ അല്ല, ഫോറസ്റ്റ് മുഴുവൻ വനമാണല്ലോ എന്ന് പറഞ്ഞ പോലെ റോഡ് മുഴുവൻ വണ്ടിയാണ്. അത് പ്രത്യേകിച്ച് സ്കൂൾ വിടുന്ന സമയമാകുമ്പോഴേ റോഡിൽ മുഴുവൻ സ്കൂൾ ബസ് ആയിരിക്കുന്നേ. ഇന്ന് ശരിക്കും ജേഡുവിനെ പിക്ക് ചെയ്യാൻ ഞങ്ങൾ രണ്ടും കൂടെ നിൽക്കുന്ന കാര്യം ജേഡുവിന് അറിയത്തില്ല കേട്ടോ. ഒന്ന് ഞെട്ടിക്കാൻ നേരം നിൽക്കുന്നതാണേ. എന്ത് പ്രോബ്ലം? പല്ല് പോയോ? It's broken your teeth. I don't need the root canal done today. Show me. Thank you. Show me. പല്ല് പോയോടി. അയ്യോ. That's what my root canal said to the dentist. Root canal. Is that bad or good? കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ. അത് ഗ്യാപ്പ്, അത് അല്ലാതെ മുഴുവൻ ഒടിഞ്ഞു പോകും.
ജേഡുവിനെ ഞെട്ടിക്കാൻ ചെന്ന അവസാനം ജേഡു നമ്മളെ ഞെട്ടിച്ചു. കണ്ടില്ലേ, പല്ലൊക്കെ പറിച്ചോണ്ടാ. പക്ഷെ പുള്ളി വിചാരിച്ചേക്കുന്നത് റൂട്ട് കനാലാണ് പോയെന്ന്. പക്ഷെ അവൻ്റെ ഒറിജിനൽ പല്ല് ഇളകിപ്പോയത് കേട്ടോ. അത് പിന്നെ ഞങ്ങളെ കാണിച്ച്, നാട്ടുകാരെ കാണിച്ച്, വീട്ടുകാരെ കാണിച്ച്, വഴിയെ ഇവിടെ വന്നവരെയും പോയവരെയും ഒക്കെ കാണിച്ച് പുള്ളി അങ്ങനെ ഭയങ്കര ലോലനാ. പിന്നെ ജേഡുവിനെയും കൊണ്ട് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പുറത്ത് പോയാലും ഞങ്ങൾ ഇന്ന് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. നേരെ പോയത് കാലിക്കറ്റ് നോട്ട് ബുക്കിലാണ്, നമ്മുടെ മദീന സൈദിലുള്ള. സത്യം പറഞ്ഞാൽ ഒത്തിരി നാളായി അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ട്. പക്ഷേ അവിടെ നിന്ന് ഫുഡ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കാറുണ്ട്. പക്ഷേ പോയി കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മണ്ടയിലായി കേട്ടോ. അങ്ങോട്ട് പോയാൽ അവിടെ ഭയങ്കര പാർക്കിങ്ങിന് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം ആ റൂട്ട് അധികം പോകാറില്ല. അങ്ങനെ പോയതാ. പക്ഷേ നമ്മൾ പല റെസ്റ്റോറൻറ്റ് വിളിച്ച് വെച്ച് 3:30 ടൈമിൽ ഒരിടത്തും മീൽസില്ല, എല്ലായിടത്തേയും തീർന്നു. അവിടെ മീൽസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ചാടി അവിടെ കയറി. 3:30 മീൽസ് കിട്ടുന്ന ഒരു ഷോപ്പ്, അതാ ഒരു റെസ്റ്റോറൻറ്റ് അതാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ അവരുടെ ഫുഡ് ഭയങ്കര അടിപൊളി നല്ല ഫുഡായിരുന്നു അവരുടെ മീൽസ്. ജസ്റ്റി പക്ഷേ വെജിറ്റേറിയനാണ്. ജസ്റ്റിക്ക് വെജിറ്റേറിയൻ കറികളൊക്കെ കഴിക്കുകയുള്ളൂ. ജസ്റ്റിക്ക് അങ്ങനെ ഉണ്ടെന്നേ, ചൊവ്വാഴ്ച ദിവസം വെജിറ്റേറിയൻ, വെള്ളിയാഴ്ച ദിവസം വെജിറ്റേറിയൻ, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് നല്ല കുഞ്ഞുമത്തി വറുത്തതും ഒക്കെ കൂട്ടി, മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ചോറൊക്കെ ഉണ്ട്. ജസ്റ്റ് വെജിറ്റേറിയൻ കഴിച്ചു. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. ജസ്റ്റ് കഴിക്കട്ടെ നമ്മൾ കഴിക്കുക, അല്ല ജസ്റ്റ് കഴിക്കാതിരിക്കട്ടെ നമ്മൾ കഴിക്കട്ടെ. അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ജേഡുവിന് ബിരിയാണി ആയിരുന്നു പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരന് ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബാസ്കിൻ റോബിൻസ് കണ്ടപ്പോൾ അവിടെ ജേഡുവിന് ഒരു ചെറിയ ചാഞ്ചാട്ടം അങ്ങോട്ട്. അപ്പോൾ കൊച്ചിനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തേക്കാന്നായി, പല്ലൊക്കെ പറിച്ചുകൊണ്ട് വന്നതല്ലേ. അങ്ങനെ പിന്നെ അപ്പനും മോനും കൂടെ ബാസ്കിൻ റോബിൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഓർത്തത് ഇതൊക്കെ എൻ്റെ വണ്ണത്തിൻ്റെ പകുതി ഉത്തരവാദിത്തം ഈ ഒരു കുന്തത്തിനുണ്ട്. ഇവരുടെ സ്മൂത്തിയൊക്കെ ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര ഭ്രാന്തായിരുന്നേ. അതെല്ലാം വാങ്ങിച്ചു കുടിച്ചാണ് ഇപ്പം കാണുന്ന ഈ തടിയിലെത്തിയിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ഐസ്ക്രീം ഒന്നും കഴിക്കാറില്ല. ഐസ്ക്രീം ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതങ്ങനെ കഴിക്കേണ്ട പ്രായമാകുമ്പോൾ നമുക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഷുഗറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങ് ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഈയിടെ ആരാണ്ടൊക്കെ എന്നോട് ചോദിച്ചു ലിറ്റിൽ ബ്ലഡ് ടെസ്റ്റിന് പോയിട്ട് റിസൾട്ട് എന്തായെന്ന്. സത്യം പറയാമല്ലോ, എല്ലാം ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ബോർഡർ ലൈനിലുണ്ട്. എന്ന് വെച്ചാൽ കയ്യാലെ പുറത്തെ തേങ്ങ, അങ്ങോട്ടും വേണേ വീഴാം, ഇങ്ങോട്ടും വേണേ വീഴാം. എൻ്റെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ നന്നായിട്ട് ജീവിക്കാം, അല്ല ഇതിനെല്ലാം ഞാൻ മരുന്ന് കഴിക്കേണ്ടി വരും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ശരി, പോയിച്ചും വരാം.